എല്ലാവർക്കും പ്രൊഡ്യൂസ് കറി വേൾഡിലേക്ക് സ്വാഗതം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി. ഇത് ഈസി ആയിട്ടും അതുപോലെ നല്ല രുചിയോടും കൂടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ വയ്ക്കാം. അതിനായി 2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത ശേഷം മാറ്റിവെക്കുക. ഇനി ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനായി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരമായി വേറെ റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ബ്രൗൺ നിറമാവുമ്പോൾ ഇതിലേക്ക് 8 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 2 ചുവന്ന മുളക് നടുവേ മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റിവെച്ച ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോഴിത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് 5 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉടൻ തന്നെ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് ആയപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർക്കുക. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴിത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. അവസാനമായി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത് കേടുകൂടാതെ 2 ദിവസം വരെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഇത് ആഴ്ചകളോളം കേടുകൂടാതെ ഇരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇഞ്ചിപ്പുളി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ഓൾ.